إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരിൽ രണ്ട് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ദുനിയാവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളും അവർക്കുണ്ടാകുന്ന ശിക്ഷയുമാണ്. രണ്ടാമത്തേത് പരലോകത്തെ ആഗ്രഹിച്ച് വിശ്വാസികളായി പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകൾ. അവരുടെ പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയും അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും എമ്പാടും നന്മകളും പ്രതിഫലവും അള്ളാഹു നൽകുകയും ചെയ്യും. ഇങ്ങനെ രണ്ടു കൂട്ടം ആളുകളെ സൂറത്തുൽ ഇസ്രായിലെ 18, 19, 20, 21 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയും രണ്ടും തമ്മിൽ തുലനം നടത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ്. ആരാണോ ആജിലത്ത്, ആജിൽ എന്നാൽ പെട്ടെന്നുണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവാണ്. ദുനിയാവിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പരലോകം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഈ ഭൗതികമായ പെട്ടെന്നുള്ള കാര്യത്തെ, അതായത് ദുനിയാവിനെ ആര് ഉദ്ദേശിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ദുനിയാവ് മോഹിച്ചവന് ദുനിയാവ് കൊടുക്കും. അതന്നെ എല്ലാവർക്കും കിട്ടൂല. ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. തുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. ഇങ്ങനെ ദുനിയാവ് മോഹിച്ചവനെ പരലോകത്ത് അവനെ നാം ജഹന്നം എന്ന നരകത്തിൽ അവനെ നാം പ്രവേശിപ്പിക്കും. അതിലവൻ ആക്ഷേപിക്കപ്പെട്ടവനായും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനായും ആ നരകത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. കാരണം എന്താ? ഇവൻ ദുനിയാവ് മോഹിച്ചത് അള്ളാഹു കൊടുത്തു. ദുനിയാവിൽ വിശ്വാസി എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ചിലപ്പോൾ കാഫിറുകൾക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കാത്ത ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹു അതിന് പകരം നൽകിയേക്കാം. പരലോകത്തേതായിരുന്നാലും ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല എന്നതാണ്. സൂറത്ത് ഹൂദിലെ 15, 16 വചനങ്ങളിൽ മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ആരാണോ ഈ അടുത്ത ജീവിതം, നമ്മൾ സാധാരണ ദുനിയാവ് അറബിയിൽ ദുനിയാ എന്ന് പറയും, മലയാളത്തിൽ ദുനിയാവ് എന്ന് പറയും. അതുകൊണ്ട് ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താന്നുള്ളത്. പക്ഷെ അതിന്റെ അറബി ഭാഷന്റെ അർത്ഥം പലർക്കും അറിയണമെന്നില്ല. ദുനിയാ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത് എന്നാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മോട് അടുത്ത് നിൽക്കുന്ന ജീവിതം, അത് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ്. മരണശേഷമുള്ള ജീവിതത്തിന് ആഖിറ, അവസാനത്തേത് എന്ന് പറയും. അല്ലാതെ മരണവും കഴിഞ്ഞ് ബർസഖ്, ഖബറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ആ ജീവിതം വരുന്നത്. അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോട് അടുത്ത് നിൽക്കുന്ന ജീവിതം, അതാണ് നേരത്തെ ആജില എന്ന് പറഞ്ഞത്. പെട്ടെന്ന് വരുന്നതാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോട് അടുത്ത് നിൽക്കുന്ന ഈ ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ദുനിയാവിൽ വെച്ച് തന്നെ നാം അവർക്ക് പൂർണ്ണമായി നൽകും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ഒരു കുറവും അള്ളാഹു വരുത്തുകയില്ല. അപ്പൊ ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവിൽ തന്നെ അള്ളാഹു പ്രതിഫലം കൊടുക്കും. അത് ചിലപ്പോൾ ദീർഘായുസായിരിക്കാം, ചിലപ്പോൾ നല്ല ഭക്ഷണ വിഭവങ്ങളാകാം, പണവും സമ്പാദ്യവും പേരും പ്രശസ്തിയുമാകാം, ചിലപ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരികളാകാം, അതുപോലെ തന്നെ അറിയപ്പെടുന്ന വ്യക്തികളാകാം, ഒരുപാട് അനുയായികൾ ഉണ്ടാവും. ഇതൊക്കെ ദുനിയാവ് കിട്ടുന്ന നേട്ടങ്ങളാണ്. അപ്പൊ നമുക്ക് കാണാം ചില അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളായ ആളുകൾ 100-100-ലധികം വർഷം ജീവിക്കുന്നു. ഇപ്പൊ കേരളത്തിലൊരു ഒരു പഴയ ഭരണാധികാരി കുറച്ചു മുന്നേ മരണപ്പെട്ടു, കഴിഞ്ഞ മാസം മറ്റോ. 100-ലധികം വയസ്സ് ജീവിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പ്രശംസിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകൾ. അത് ദുനിയാവിൽ അവർക്ക് കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ പേരും പ്രശസ്തിയും ഇങ്ങനെ എന്തെങ്കിലും ഒരു നിലക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തനത്തിന് കൂലി ഇവിടെ കൊടുക്കും. എന്നാൽ പരലോകത്ത് വല്ലതും കിട്ടോ? ഒന്നുമില്ല. ഇനി ദുനിയാവിൽ അള്ള വല്ലതും കുറക്കുമോ? ലാ യുബ്ഖസൂൻ, ദുനിയാവ് മോഹിച്ചവന് ദുനിയാവിൽ തന്നെ കൊടുക്കും. അവർക്ക് ഒട്ടും അളവിൽ കുറക്കപ്പെടുകയില്ല. കാരണം എന്താ? നമ്മൾ സാധാരണ പഠിച്ച ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. അപ്പൊ ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവിൽ അള്ള കൊടുക്കും. എന്നാൽ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറ ഇല്ലന്നാർ,
പരലോകത്ത് ആ ആളുകൾക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ, അവർ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു, നീങ്ങിപ്പോയിരിക്കുന്നു. എവിടെ? ഫീഹാ, ദുനിയാവിൽ തന്നെ. കാരണം പരലോകം മോഹിച്ചല്ല പ്രവർത്തിച്ചത്, അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. ദുനിയാവിൽ മോഹിച്ചത് ദുനിയാവിൽ തന്നെ തീർന്നുപോയി. വബാത്തിലുൻ മാ കാലു യഅമലൂൻ, അവർ ദുനിയാവിൽ പ്രവർത്തിക്കാറുണ്ടായിരുന്നൊക്കെ ബാത്തിലാണ്. എന്തുകൊണ്ട് ബാത്തിലായത്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടില്ല. പരലോകത്ത് കൂലി കിട്ടണം, രക്ഷ കിട്ടണം, മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ അവിടെ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ അള്ളാഹുവിനെ ലക്ഷ്യം വെക്കാതെ, അവന്റെ പ്രീതി ആഗ്രഹിക്കാതെ ദുനിയാവിന് വേണ്ടി എന്നാൽ ഇവിടെ ഗുണമുണ്ടാകാൻ, അല്ലെങ്കിൽ ആളുകൾ കാണാൻ, കേൾക്കാൻ, അറിയാൻ, പ്രശസ്തിക്ക്, അങ്ങനെ റിയാവിന് വേണ്ടി, സുംഅത്തിന് വേണ്ടി, ശുഹ്റത്തിന് വേണ്ടി, എന്തായിരുന്നാലും ശരി, എന്താണോ അവൻ ആഗ്രഹിച്ചത് അത് ഇവിടെ കിട്ടും, ദുനിയാവ് കിട്ടും. പക്ഷെ പരലോകം അവന് നഷ്ടമാണ്. അപ്പൊ ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരിക്കലും നമ്മൾ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരോ എന്നാൽ ദുനിയാവിൽ ഒന്നും വേണ്ടതല്ല. ഭക്ഷണം വേണം, പൈസ വേണം, ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യം വേണം, അതൊക്കെ വേണം. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിനാകരുത് ജീവിതം, മറിച്ച് പരലോകത്തിന് വേണ്ടിയായിരിക്കണം ജീവിതം. സൂറത്ത് ശൂറ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസി വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ഇതേ ആശയം രണ്ടും കൂടി തുലനം ചെയ്ത് പറയാം. ആരാണോ പരലോകത്തെ കൃഷി ഉദ്ദേശിക്കുന്നത്, പരലോകത്തേക്ക് കൃഷി എവിടെ? ദുനിയാവ് കൃഷി ചെയ്യണം. എന്താ കൃഷി? വിശ്വാസം അനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ, അൽ അഅ്മാലു സ്വാലിഹാത്ത്. അപ്പോ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആര് ഇവിടെ കൃഷി നടത്തുന്നുവോ, അപ്പൊ പരലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, വിശ്വാസം അനുസരിച്ച് പ്രവർത്തനം നടത്തുക, അവന് നസീദ് ലഹു ഫീ ഹർസിഹി, അവന്റെ കൃഷിയിൽ അവന് നാം വർധനവ് നൽകും, കൂട്ടിക്കൊടുക്കും. എന്നാൽ മൻ കാന യുരീദു ഹർസദ് ദുനിയ, ആരാണോ ഇഹലോകത്തിന്റെ കൃഷി നടത്തുന്നത്, നുഅതിഹി മിൻഹാ, അവന് ആ ദുനിയാവിൽ നിന്ന് നമ്മൾ കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, എന്നാൽ പരലോകത്ത് അവന് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വളരെ സുവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത് നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി ചെലവഴിക്കണം, എന്തായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം, എന്താണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്നതാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ദുനിയാവിനെ അവന്റെ ലക്ഷ്യമാക്കുന്നുവെങ്കിൽ, തന്റെ ലക്ഷ്യം ദുനിയാവാണ് എങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, ദാരിദ്ര്യത്തെ അവന്റെ 2 കണ്ണുകൾക്കിടയിൽ അള്ളാഹു വെച്ചു കൊടുക്കും. ദുനിയാവ് മോഹിക്കുന്നവൻ എന്താ ആഗ്രഹിക്കുന്നത്? ഇവിടെ എമ്പാടും കിട്ടണം, ഐശ്വര്യം ഉണ്ടാകണം, ധന്യതയുണ്ടാകണമെന്നാണ്. എന്നാൽ അള്ളാഹ് പറയാൻ, ദുനിയാവ് മോഹിക്കുന്നവൻ അവന്റെ 2 കണ്ണുകൾക്കിടയിൽ ഫഖറിനെ, ദാരിദ്ര്യത്തെ നാം വെക്കും. വഫറഖ അലൈഹി ശംലഹു, അവന് ഉണ്ടാകേണ്ട എന്തെല്ലാം കൂട്ടങ്ങളുണ്ടോ അതിനെയൊക്കെ അള്ളാഹു ഛിന്ന ഭിന്നമാക്കും. എന്ന് പറഞ്ഞാൽ അവൻ സ്വരൂപിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അള്ളാഹു അതിനെ ഛിന്ന ഭിന്നമാക്കി കളയും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതല്ലാതെ മറ്റൊന്നും തന്നെ അവന് എത്തിച്ചേരുകയില്ല. അപ്പൊ മോഹിച്ചിട്ട് കാര്യമല്ല, അള്ളാഹ് കണക്കാക്കിയതേ കിട്ടുള്ളൂ. ദുനിയാവിൽ എമ്പാടും ഉണ്ടാകണമെന്ന് മോഹിക്കുന്നവൻ അള്ളാഹു ദാരിദ്ര്യമാണ് നൽകുക. എന്നാൽ പരലോകത്തെ ആര് ലക്ഷ്യം വെക്കുന്നുവോ അവന് അള്ളാഹു അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നൽകും. എത്ര പട്ടിനുണ്ടെങ്കിലും ഹൃദയത്തിന് ഐശ്വര്യമുണ്ടാകും, ധന്യതയുണ്ടാകും, ബേജാറുണ്ടാവില്ല, എന്താകുമെന്ന വെപ്രാളമില്ല, മറിച്ച് മനസ്സ് ധന്യമായിരിക്കും, ഐശ്വര്യമുള്ളതായിരിക്കും. അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങളെ, അവന്റെ കൂട്ടങ്ങളെ അള്ളാഹു അവന് ശേഖരിച്ചൊരുമിച്ച് കൂട്ടിക്കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾ അള്ളാഹു നമുക്ക് സ്വരൂപിച്ചു തരും. മറ്റവന്റെതോ, മറ്റം ദുനിയാവ് മുഴുവൻ വാരിക്കൂട്ടാൻ ശ്രമിക്കാൻ, അവന്റേതൊക്കെ അള്ളാഹു വേർപെടുത്തി കളയും. ദുനിയാവ്, പരലോകം മോഹിക്കുന്നവന്റെ അടുക്കിലേക്ക് ദുനിയാവ് വരും. പക്ഷെ വഹിയ റാഗിമ, ആ ദുനിയാവ് വെറുപ്പോടുകൂടി അല്ലെങ്കിൽ കോപത്തോടുകൂടിയാണ് ഇവന്റെ അടുക്കിലേക്ക് വരിക. കാരണം എന്താ? ഇവന് ദുനിയാവ് ആഗ്രഹിക്കുന്നില്ല, അവൻ പരലോകമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരലോകം ആഗ്രഹിക്കുന്നവന്റെ അടുക്കലേക്ക് ദുനിയാവ് വരിക റാഗിമ, ഈ ദുനിയാവ് തന്നെ വെറുപ്പോടുകൂടിയാണ്, ഇഷ്ടമില്ലാതെയാണ് വരുന്നത്. അപ്പൊ ഈ രണ്ടിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ താരതമ്യമായി നമുക്ക് കാണാം. അതുപോലെ സ്വർഗവാസികളായ പരലോകം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ഉന്നത പദവികളുണ്ട്. എന്നാൽ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ആളുകൾക്കോ നരകമാണ്. ആ നരകത്തിൽ എന്താണ് സ്ഥിതി? നരകവാസികളായ ആളുകൾക്ക് താഴോട്ടാണ് അവർ പോകുന്നത്. ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു സ്വപ്നം കണ്ട സംഭവം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിൽ ഞാൻ ആ കാര്യം വിശദീകരിക്കാനല്ല, അതിൽ നരകം കാണും. നരകത്തിന് ഇങ്ങനെ കിണറിനൊക്കെ മറകെട്ടിയതുപോലെ, പിന്നെ അതിന്റെ പടവുകൾ പോലെ ഉണ്ട്. ഓരോ പടവിലും ആളുകൾ നരകത്തിലായി തൂങ്ങിക്കിടക്കുകയാണ്. ഇന്ന ആളുകളൊക്കെ ഞാൻ അവിടെ കണ്ടു.
എന്ന് ഈ സംഭവം കണ്ട സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെങ്ങൾ ഹഫ്സയോട് പറയുകയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം പറയുകയും ചെയ്തൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ അവിടെ എന്താ, താഴോട്ട് ഇങ്ങനെ തട്ടുതട്ടുകളായി പോകുന്നു, സ്വർഗത്തിൽ മേലോട്ടാണ് തട്ടുതട്ടായി പോകുന്നത്. അപ്പൊ അവിടെ സ്വർഗത്തിൽ ദറജകൾ ഉള്ളതുപോലെ നരകത്തിൽ താഴോട്ട് തട്ടുകളുണ്ട്. ഏറ്റവും അടിയിലേക്ക് പോകുന്നതോറും ശിക്ഷ കൂടി വരുന്നു. അതുകൊണ്ടാണ് കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. തീർച്ചയായും കപടവിശ്വാസികളായ ആളുകൾ നരകത്തിന്റെ ഫിദ്ദർക്കിൽ അസ്ഫൽ, ഏറ്റവും താഴത്തെ പടിയിലാകുന്നു നരകവാസികളായ ആൾ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ. കപടന്മാർ തന്നാൽ പുറത്ത് മുസ്ലിമായി നടക്കുകയും വിശ്വാസിയാണെന്ന് പറയുകയും ഉള്ളിൽ കുഫറും കാപട്യവും വെച്ചുകൊണ്ടിരിക്കുകയും പുറത്ത് മുസ്ലിങ്ങളുടെ ആളായി ചമയുകയും എന്നാൽ ഉള്ളിൽ മുസ്ലിങ്ങൾക്കെതിരിൽ പല കുതന്ത്രങ്ങളും കുരുട്ടുകളും ശത്രുതകളും വെച്ചു പുലർത്തുകയും ചെയ്തതാണ്. കാരണം പ്രത്യക്ഷ ശത്രുവിനേക്കാൾ പേടിക്കേണ്ടത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കപട ശത്രുവിനെയാണ്. പ്രത്യക്ഷ ശത്രുവിനെ നേരിടാം, കപട ശത്രുവിനെ നേരിടാൻ പ്രയാസമാണ്, അവനെ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവനെ അടിയിൽ സ്ഥലം കൊടുത്തത്. അപ്പൊ ഇതാണ് ദുനിയാവ് മോഹിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് പരലോകം മോഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് അവന്റെ മുഖം നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കണ്ട് ആസ്വദിക്കണം എന്ന് വിചാരിച്ച് അതിന്റേതായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ. തൊട്ടടുത്ത 19-ാമത്തെ വചനത്തിൽ സൂറത്തുൽ ഇസ്രാ നേരത്തെ പറഞ്ഞ ദുനിയാവ് മോഹിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതിന്റെ തൊട്ടടുത്ത് അള്ളാഹു പറയുന്നു വമൻ അറാദൽ ആഖിറ, ആരാണോ പരലോകം ഉദ്ദേശിക്കുന്നത്. പരലോകം ഉദ്ദേശിച്ചാൽ ദുനിയാവോടുകൂടി എന്റെ ജീവിതം അവസാനിക്കുന്നില്ല, ഇതിനുശേഷം ഒരു ബർസഖിയായ ഒരു ജീവിതമുണ്ട്. ആ ബർസഖ് കഴിഞ്ഞാൽ പിന്നെ പരലോകത്തേക്കാണ് പോകുന്നത്. അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്ക് രക്ഷ കിട്ടണം. രക്ഷ കിട്ടണമെങ്കിൽ ഇവിടെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതാണ് വമൻ അറാദൽ ആഖിറ, പരലോകത്തിന് വേണ്ടി അതുദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അൽ ആഖിറ എന്നാൽ അൽ ഹയാത്ത് അൽ ആഖിറ എന്നാണ്, അവസാനത്തെ ജീവിതം. ഇത് ആദ്യത്തെ ജീവിതമാണ് ദുനിയാവിൽ, അവസാനത്തെ ജീവിതം ഇനി വരാനുള്ളതാണ്. അതുദ്ദേശിക്കുന്നവൻ ഉദ്ദേശിച്ചാൽ മാത്രം പോരാ. പരലോകത്തിന് വേണ്ടി അതിന്റേതായ പ്രവർത്തനം നടത്തുകയും ചെയ്താൽ, സഅ പരിശ്രമിക്കുക, അധ്വാനിക്കുക, ഓടുക, വേഗത്തിൽ നടക്കുക, പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. വസഅലഹ, പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ സഅയഹ, അതിനുള്ള പ്രവർത്തനം. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു. ഇത് ആദ്യത്തെ ആയത്തും ഈ ആയത്തും കൂട്ടിച്ചേർക്കുമ്പോ ദുനിയാവിന് വേണ്ടിയല്ല പ്രവർത്തനം, ആരെയും കാണാൻ വേണ്ടിയല്ല പ്രവർത്തനം, അല്ലെങ്കിൽ കാപട്യമുള്ളതല്ല, ശിർക്കുള്ളതല്ല, മറ്റാരെയും കാണിക്കാനല്ല, മറിച്ച് പരലോകത്ത് കൂലി കിട്ടേണ്ടുന്ന പ്രവർത്തനം എന്താണോ അതിന്റേതായ പ്രവർത്തനം ഒരുത്തൻ നടത്തുകയും ചെയ്താൽ അതും പോരാ. വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിരിക്കണം. ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നു, കണ്ട ജാറകളിലും ദർഗകളിലും എല്ലാം കയറിയിറങ്ങുന്നു, ചിലപ്പോ അമ്പലങ്ങളിലും പോകും, അവിടെയും നേർച്ചയാക്കും, അവിടെയും കാര്യപ്രാപ്തിക്ക് വേണ്ടി ചെല്ലും, പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി ചെല്ലും. ഏത് എന്ന് ജാതി മത വ്യത്യാസമില്ലാതെ പോകുന്ന ആളുകളുണ്ട്. കാരണം എവിടെന്നാലും ഗുണം കിട്ടിയാൽ പോരെന്നാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾക്ക് പരലോകം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാലും പരലോകത്തൊന്നും കിട്ടൂല. കാരണം എന്താ? വഹുവ മുഅ്മിൻ, വിശ്വാസിയായിരിക്കണം എന്നത് നിബന്ധനയാണ്. ഏതാണ് ആ വിശ്വാസം? ശിർക്കില്ലാത്ത, കറകളഞ്ഞ, ഖാലിസായ, കലർപ്പില്ലാത്ത തൗഹീദിന്റെ വിശ്വാസം. അപ്പൊ അവിടെ വേറെ ആരും ഉണ്ടാവില്ല. ഇന്ന ആളുടെ പ്രീതിക്ക്, ഇന്ന ആള് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് അയാളുടെ ശഫായത്ത് കിട്ടാൻ, ഇയാളുടെ ബറക്കത്ത് കിട്ടാൻ, ഇയാൾ എന്നെ പിടിച്ചു കയറ്റാൻ, ഇയാൾ എന്നെ സ്വർഗത്തിലേക്കാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അങ്ങനത്തെ ഒരു താല്പര്യമില്ല. എല്ലാം അള്ളാഹു ആണ് നൽകുന്നവൻ, അള്ളാഹു ആണ് തടയുന്നവൻ. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ 3 കാര്യത്തോടുകൂടി പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് കറകളഞ്ഞ വിശ്വാസത്തോടുകൂടി ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അക്കൂട്ടർ സഅയ്യുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനങ്ങൾ മഷ്കൂറ, ശുക്ർ കാണിക്കപ്പെടുന്നതാണ്. അപ്പൊ മഷ്കൂർ, ശുക്ർ അല്ലെങ്കിൽ ശുക്രിയ എന്നൊക്കെ ഉറുദുവിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ നമ്മൾ പറയും. ആ ശുക്രിയ എന്ന് പറഞ്ഞാൽ നന്ദി. ഇവിടെ മഷ്കൂർ അതേ വാക്കാണ്, അറബി വന്ന വാക്കാണ് ഉറുദുവിലൊക്കെ ഈ വാക്ക്. മഷ്കൂർ എന്നാൽ നന്ദി അർഹിക്കപ്പെടുന്ന, നന്ദി കാണിക്കപ്പെടുന്ന പ്രവർത്തനം. അള്ളാഹുവിന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജൂദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനത്തെ അള്ളാഹു സ്വീകരിക്കുകയും അതിന് അർഹമായ പ്രതിഫലം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിന്റെ ശുക്ർ എന്നാൽ. അപ്പോ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ അതിന് മാത്രമേ ശുക്ർ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു കബൂലാക്കി അതിന് പ്രതിഫലം നൽകി സ്വർഗം നൽകുകയുള്ളൂ എന്നതാണ്. ഈ ആയത്തിന്റെ ശേഷം 20-21 ആയത്ത്, ഇത് രണ്ടും തമ്മിൽ അള്ളാഹു തന്നെ നടത്തിയിട്ടുള്ള താരതമ്യമാണ്.
കുല്ലൻ നുമിദ്ദു ഹഉലാ വഹഉലാ, എല്ലാവർക്കും നാം കൊടുക്കുന്നു. അമദ്ദ യുമിദ്ദു എന്ന് പറഞ്ഞാൽ നീട്ടുക, വിശാലമാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പോഷക സൈന്യങ്ങളെ നൽകുക. അപ്പൊ സൈന്യത്തെ ആണെങ്കിൽ ഒരു സൈന്യത്തെ അയച്ചിട്ട് അതിനാവശ്യമായ വേറെ പോഷക സൈന്യത്തെ കൊടുക്കുക. ഇതിനൊക്കെ അറബിയിൽ ഉപയോഗിക്കും. കുല്ലൻ നുമിദ്ദു ഹഉലാ വഹഉലാ, ഇവർക്കും അവർക്കും നമ്മൾ നീട്ടിക്കൊടുക്കുന്നു. ആരാ ഇവരും അവരും? നേരത്തെ പറഞ്ഞ ദുനിയാവ് മോഹിക്കുന്നവനും കൊടുക്കുന്നു, പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവനും കൊടുക്കുന്നു. മിൻ അത്വാഇ റബ്ബിക, നിന്റെ റബ്ബിന്റെ ദാനങ്ങളിൽ നിന്ന്, നൽകലുകളിൽ നിന്ന്. അപ്പൊ അള്ളാഹു കൊടുക്കുന്നത് ദുനിയാവിൽ വിശ്വാസിക്ക് മാത്രമല്ല. അതാണ് ഇവിടെ ഹാവുലായി വഹാവുലായി എന്ന് പറഞ്ഞത്. പരലോകം മോഹിക്കുന്നവനും ദുനിയാവ് മോഹിക്കുന്നവനും രണ്ടു കൂട്ടർക്കും അള്ളാഹു അവന്റെ ദാനങ്ങൾ എല്ലാം, അള്ളാഹുവിന്റെ ദാനമാണ് ദുനിയാവിലുള്ളത്, അത് അള്ളാഹു നൽകുന്നു. വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറ, എന്നാൽ അള്ളാഹുവിന്റെ ദാനം എന്ന് പറയുന്നത് നിന്റെ റബ്ബിന്റെ ദാനം, ധർമ്മം, കൊടുക്കൽ, നൽകൽ എന്ന് പറയുന്നത് മഹ്ദൂറ, അത് തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എവിടെ? പരലോകത്തല്ല, ദുനിയാവിൽ എല്ലാവർക്കും അള്ളാഹു കൊടുക്കും. ഇവിടെ ആർക്കും ഒന്നും അള്ളാഹു തടയുകയില്ല. എന്നാലോ അപ്പൊ രണ്ടു തമ്മിൽ വ്യത്യാസം മനസ്സിലായി. ഇവിടെ എല്ലാവർക്കും കൊടുക്കും. ഇതിനേക്കാൾ വലുതാണുള്ള പരലോകം. പരലോകത്ത് ആർക്കേ ഉണ്ടാവുള്ളൂ? പരലോകം മോഹിച്ചവർക്കേ ഉണ്ടാവുള്ളൂ. ഉൻളുർ കൈഫ ഫളൽനാ ബഅദഹും അലാ ബഅദിൻ എന്ന് അല്ലാഹു പറയാൻ. ഉൻളുർ മനുഷ്യ, ഈ ആയത്ത് ഓതുന്ന മനുഷ്യ, ഇത് കേൾക്കുന്ന മനുഷ്യ, പ്രവർത്തിക്കുന്ന മനുഷ്യ, നീ ആലോചിക്കുക. കൈഫ ഫളൽനാ ബഅദഹും അലാ ബഅദിൻ, അവരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ നാം എങ്ങനെയാണ് ശ്രേഷ്ഠരാക്കിയത്. ദുനിയാവ് മോഹിച്ചവന്റേത് ഇവിടെ തീർന്നു, അവനും അല്ലാഹു കൊടുക്കുന്നു. ഒരു പക്ഷെ ഇവിടെ കൂടുതൽ കിട്ടിയെന്ന് വരും. എന്നാൽ അള്ളാഹു സ്വർഗവാസികളായ ആളുകളെ ഇവരെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തി, ഇവർക്ക് ഇവിടെ തീർന്നു. പരലോകം ഉദ്ദേശിച്ചവൻ അവിടെ കൊടുക്കുന്നു. ഇനി സ്വർഗത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെയല്ല, വ്യത്യസ്ത ദർജകളുണ്ട്. നേരത്തെ പറഞ്ഞു സ്വർഗത്തിൽ 100 ദർജകളുണ്ട്, ഗ്രേഡുണ്ട്. ഓരോന്നും മേലോട്ടാണ്. ഓരോ ഗ്രേഡിനും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള ദൂരമാണ്. ഭൂമിക്കും ആകാശത്തിനും അടുത്ത ദൂരം മുമ്പ് കണക്കാൻ കഴിയും. ഇനി ഏകദേശം ഒരു കണക്കൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ എത്ര അനന്തമാണ് 2 തട്ടുകൾക്കിടയിലുള്ള അകലം. നമ്മുടെ ഒരു ബിൽഡിംഗിന്റെ ഉയരം എന്ന് പറയുന്നത് 3 മീറ്ററോ 3.5 അല്ലെങ്കിൽ കൂടിയ 4 മീറ്റർ ഉണ്ടാവും. ഒരു ഫ്ലോറും അടുത്ത ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഒരു ദർജയും അടുത്ത ദർജയും തമ്മിലുള്ള വ്യത്യാസം ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള ദൂരമാണ്. അങ്ങനെ 100 തട്ടുകൾ. അതിൽ ഏറ്റവും മേലെയാണ് ഫിർദൌസ്. ആ ഫിർദൌസ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യഭാഗത്താണ്. അതുപോലെ തന്നെ സ്വർഗത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ്. ആ ഫിർദൌസിന്റെ മീതെയാണ് അള്ളാഹുവിന്റെ അർശ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഫിർദൌസ് ചോദിക്കണം എന്ന് ഇബ്നു മാജയും മറ്റും ഉദ്ധരിച്ച ഹദീസ് കാണാം. അപ്പൊ നോക്കൂ, ഫളൽനാ ബഅദഹും അലാ ബഅദ്, ഓരോ ദർജയിലും അതിനെ പറ്റിയ ആളുകളുണ്ടോ? കാരണം അവന്റെ വിശ്വാസം എല്ലാവരുടേതും ഒരുപോലെ പൂർണ്ണമാകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ശിർക്കില്ലാത്ത വിശ്വാസമാണ്, പക്ഷേ അതിൽ തന്നെ ഏറ്റക്കുറവുണ്ടാകാം. കർമ്മങ്ങൾ എല്ലാവരുടേതും ഒരുപോലെയാകണമെന്നില്ല, അതിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അള്ളാഹു പരലോകത്ത് പ്രതിഫലത്തിലും ഈ മാറ്റം വരുത്തുന്നു. 100 ഗ്രേഡാക്കി മാറ്റും. അപ്പൊ തോതനുസരിച്ച്, വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും തോതനുസരിച്ചാണ്. അപ്പൊ അങ്ങനെ അള്ളാഹു ചിലരേക്കാൾ ചിലർക്ക് അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. വലൽ ആഖിറത്തു അക്ബറു ദറജാത്തിൻ വഅക്സറു അക്ബറു തഫ്ലീല. അപ്പോ ദുനിയാവിൽ കിട്ടുന്നവർക്ക് എമ്പാട് കിട്ടുന്നു. കോടീശ്വരന്മാർ, ഇന്ത്യ തന്നെ വിലക്ക് വാങ്ങാവുന്ന കോടീശ്വരന്മാർ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യ രാജ്യത്ത് വിലക്ക് വാങ്ങാൻ. പക്ഷെ ആരാ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളല്ല, ദുനിയാവ് മോഹിക്കുന്നവരാണ്. അവർ ഇവിടെ തീർന്നു, പരലോകത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് വലൽ ആഖിറത്തു അക്ബറു ദറജാത്ത്, ഗ്രേഡുകളിൽ വെച്ച്, പദവികളിൽ വെച്ച് ഏറ്റവും വലുതായത്, മഹത്വമേറിയത് പരലോകത്തെ പദവിയാണ്. വഅക്ബറു തഫ്ലീല, പരലോകത്ത് നൽകപ്പെടുന്ന ശ്രേഷ്ഠതയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠപ്പെടുത്തൽ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുലനം ചെയ്തുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നരകത്തിൽ താഴോട്ട് പടവുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിനടുക്കൽ അവർക്ക് ദറജകളുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ 100 ഗ്രേഡ് എന്ന് പറയുന്നത്. സൂറത്തുൽ അൻഫാലിലെ 4-ാമത്തെ ആയത്ത്. സൂറത്ത് ത്വാഹ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു വിശ്വാസിയായിക്കൊണ്ട്. ഇത് നമ്മൾ കൃത്യം മനസ്സിലാക്കണം, വെറുതെ ചെന്നാ പോരാ. വമൻ യഅ്തിഹി മുഅ്മിനൻ, വിശ്വാസിയായി ആര് നാളെ അല്ലാഹുവിനടുക്കൽ ചെല്ലുന്നുവോ, ഖദ് അമില സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തനം വേണം. അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, അവൻ ഏകനാണ്, ഒരുവനാണ്, അവനാണ് എല്ലാം ചെയ്തു തരുന്നത് എന്ന വിശ്വാസവും അതിനെതിരായ പ്രവർത്തനവും ഉണ്ടായാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അറിയാം, അല്ലാഹ് അല്ലാത്തവരോട് ദുആ ചെയ്യാം, അവിടെ പൊളിഞ്ഞുപോയി. അപ്പോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉല, അവർക്കവിടെ പദവികളുണ്ട് എന്ന് പറഞ്ഞു നിർത്തില്ല. പിന്നെന്താ? അൽ ഉല, ഉന്നതങ്ങളായ പദവികൾ അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണമാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്.
ഈ ആശയമുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികൾക്ക് പരലോകത്ത് കൊടുക്കുന്നു, ദുനിയാവ് മോഹിക്കുന്നവർക്ക് ദുനിയാവിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വഅമ്മൽ കാഫിർ, ദുനിയാവ് മാത്രം ഉദ്ദേശിക്കുന്ന അള്ളാഹുവിനെ ലക്ഷ്യം വെക്കാത്ത കാഫിറായ മനുഷ്യൻ ഫയുത്അമു ബിഹസനാതി മാ അമില ലില്ലാഹി ഫിദ്ദുനിയ, ദുനിയാവിൽ അവൻ ചെയ്തിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച്, അതിന്റെ നന്മകൾക്കനുസരിച്ച് അവന് ഭക്ഷണം നൽകപ്പെടും. ഇവിടെ ലില്ലാഹി എന്ന് പറഞ്ഞു, കാഫറിനെ കുറിച്ചാണ് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, മുസ്ലിങ്ങളായ ആളുകളിലും പിന്നെ കാഫറുകളായ, അതായത് ശിർക്ക് വെക്കുന്ന ആളുകളുണ്ട്. ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കുമാണ്, കാഫറുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് നോമ്പോറ്റിട്ടുണ്ടാവും, നമസ്കരിച്ചിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചിലപ്പോ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തിട്ടുണ്ടാവും. ഹഖീഖത്ത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കും, ഉളുഹിയ്യത്ത് അർത്ഥത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ ജാറത്തിലെ നേർച്ചക്ക് പൂത്തിനെ കൊടുത്തിട്ടുണ്ടാവും. നബിദിനത്തിന് ആഘോഷത്തിന് വേണ്ടി പൂത്തിനെയോ ഒരു ചെമ്പ് ബിരിയാണിയോ കൊടുത്തിട്ടുണ്ടാവും. അവന്റെ ലക്ഷ്യം എന്താ? ഇത് അള്ളാഹിന്റെ പ്രീതിക്കല്ല, നബിന്റെ ജന്മദിനം ആഘോഷിച്ച് അതിന് പ്രീതി കിട്ടി, അങ്ങനെ നബി നമ്മളെ ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടുത്തി കഴിച്ചിലാക്കി തരാനാണ് അവിടെ ലക്ഷ്യം മാറി. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ചെയ്ത, എന്നാൽ അവൻ അതിൽ കലർപ്പ് കടത്തിയ കാര്യങ്ങളുണ്ടാവും. അതിന് അള്ളാഹു ദുനിയാവിൽ അവന് ഭക്ഷണം നൽകപ്പെടും എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പരലോകത്തേക്ക് എത്തിയാലോ അവൻ അവിടെ ഒരു നന്മയും അതിന്റെ പേരിൽ പ്രതിഫലമായി നൽകപ്പെടുകയില്ല. അപ്പൊ ഈ 4 ആയത്തുകളിൽ 2 വിഭാഗം ആളുകളെ അള്ളാഹു തന്നെ പറയുകയും തുലനം ചെയ്യുകയും ചെയ്ത ഈ കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ആരുടെ പ്രവർത്തനമാണോ മഷ്കൂർ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സ്വീകരിക്കപ്പെട്ട് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമായി മാറുന്നത്, ആ ആളുകളാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിന് ഈ ആയത്തിന്റെ വിശദീകരണമായും മറ്റു ചില വാചകങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ശിർക്ക് കലരാത്ത, കറകളഞ്ഞ, തൗഹീദുള്ള മനുഷ്യനായിരിക്കണം. അതിനാണ് ഖാലിസ് എന്ന് പറയുക. ഖാലിസായ മനുഷ്യൻ, കലർപ്പില്ലാത്തവൻ. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരാളെ ലക്ഷ്യം വെച്ച് അയാളുടെ പ്രീതിക്ക് വേണ്ടി, അയാളുടെ തൃപ്തിക്ക് വേണ്ടി, അയാളിൽ നിന്ന് ഗുണം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾ ഉപദ്രവം തടുക്കാൻ വേണ്ടി അവിടെ പോയി, അത് ഖാലിസ് അല്ല. ഖാലിസ് എന്നാൽ കലർപ്പില്ലാത്തതെന്നാണ്, ശുദ്ധമായത്, മറ്റൊന്നും കൂടി ചേരാത്തത്. എന്താണ് ഈ കലർപ്പില്ലാത്തത്? അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളത്. ഇപ്പൊ ഇബ്രാഹിം നബിയെ കുറിച്ച് ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞാണ്. ഹനീഫ് എന്നാൽ നമ്മൾ വളവില്ലാത്തവൻ, വക്രതയില്ലാത്തവൻ എന്നൊക്കെ പറയും. എന്നാൽ അറബി ഭാഷ പരിശോധിച്ചാൽ കാണാം, ഹനീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചായാതെ അള്ളാഹുവിലേക്ക് മാത്രം ചാഞ്ഞവൻ. അവന് വേറെ അങ്ങോട്ടും തിരിയില്ല. എല്ലാ പ്രശ്നത്തിലും അവൻ ചായുന്നത്, തിരിയുന്നത് അള്ളാഹുവിലേക്കാകുന്നു. അപ്പൊ തന്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിലേക്ക് മാത്രം അവലംബിക്കുന്നവൻ, ചായുന്നവൻ, അവനാണ് ഹനീഫ്. അപ്പൊ അള്ളാഹു അല്ലാത്ത അമ്പിയാക്കന്മാരെയോ ഔലിയാക്കളെയോ മരിച്ചു കിടക്കുന്നവരെയോ ജാറത്തിൽ കിടക്കുന്നവരെയോ ലക്ഷ്യം വെച്ച് പോകുന്നവൻ അവൻ ഹനീഫല്ല. അവൻ അള്ളാഹു അല്ലാത്തവരേക്ക് ചാഞ്ഞു. അവൻ ഖാലിസുമല്ല. ഖാലിസ് അല്ലാത്തവന്റെ പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഖാലിസാവുക, അതോടൊപ്പം രണ്ടാമത്തത് എന്താ? വസഅലഹ സഅയഹ, പരലോകത്തിന്റേതായ പ്രവർത്തനം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോ അള്ളാഹുവിന്റെ പക്കൽ കൂലി കിട്ടാൻ വേണ്ടി ആയിരിക്കണം. രണ്ടാമത്തേത്, ആ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ആ മാതൃകയനുസരിച്ചുള്ള പ്രവർത്തനവുമായിരിക്കണം എന്നതാണ്. എന്നാൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്നുണ്ടായ ആയതുകൊണ്ട് മാത്രം ആ കാര്യം സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ? ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗം, നബിയുടെ സഹാബത്ത് സ്വീകരിച്ച മാർഗം, ആ മാർഗത്തിന് എതിരായ മാർഗം തേടുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ വ്യക്തമായതിനു ശേഷം അതിനോട് എതിര് നിൽക്കുകയോ ചെയ്യുന്ന ആളുകളെ നാം നരകത്തിലേക്ക് തിരിച്ചുവിടുകയും അതിൽ പ്രവേശിപ്പിക്കുകയും അങ്ങനെ ആ മോശപ്പെട്ട സങ്കേതം അതിലവർ എത്തുകയും അതെത്ര മോശപ്പെട്ടതാണ് എന്ന താക്കീത് വിശുദ്ധ ഖുർആൻ തന്നെ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്നാമത് പറഞ്ഞാൽ എന്താ? വമൻ യുശാഖിഖി റസൂൽ, റസൂലിനോട് എതിര് പ്രവർത്തിക്കുക. എന്താ റസൂലിനോട് എതിര് പ്രവർത്തിക്കൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം ചെയ്യാതൊക്കെ അതിനെതിരായത് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്താൽ രക്ഷ കിട്ടുമോ? ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, പരലോകത്തിന്റേതായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമാവുക. എല്ലാ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും ബിദ്അത്താണെന്നും അത് തള്ളപ്പെടേണ്ടതാണെന്നും അല്ലെങ്കിൽ തള്ളപ്പെടുമെന്നും അങ്ങനെയുള്ള താക്കീതുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദുകളെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ പിൻഗാമികളായ സഹാബത്തിന്റെ ഖുലഫാഉർ റാഷിദീൻ എന്ന് പറഞ്ഞാൽ 4 ഖലീഫമാര് മാത്രമല്ല, നബിയുടെ കാലശേഷം നബിയുടെ മാതൃക സ്വീകരിച്ച് ജീവിച്ചിട്ടുള്ള ശരിയായ സഹാബത്ത്, അതാണ് സച്ചരിതരായ പിൻമുറക്കാർ, പിൻഗാമികൾ. അവരുടെ
നടപടിക്രമങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണം. എന്നിട്ട് അതിനെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഖുർആനിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ പറയുന്ന ഖുലഫാവുകളുടെയും ചര്യകളെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് മുറുകി കടിച്ചു പിടിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്, അതുപോലുള്ള പല ഉപദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന പ്രമുഖനായ പണ്ഡിതനോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖുർആനിൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യന് ദുനിയാവിൽ ജീവനും മരണവും നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ മുൽക്കിൽ തബാറക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അഹ്സനു അമൽ, നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നല്ലതായി തോന്നിയാൽ മതിയോ? ഏതെങ്കിലും മൗലവിയോ മുസ്ലിയാരോ നല്ല പ്രവൃത്തിയാണ് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കോളൂ, നിങ്ങൾ ഇത് ചെയ്തോളൂ, ഇതുകൊണ്ട് എന്നെ നേട്ടം കിട്ടും എന്ന് ഏതെങ്കിലും ഒരാളോ ഒരു കൂട്ടം ആളുകളോ പറഞ്ഞാൽ മതിയോ? അതൊന്നും അഹ്സനു അമലല്ല. അപ്പൊ എന്നാണ് ചോദ്യം. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഹുവ അഖ്ലസുൽ അമൽ വ അസ്വബുഹു, പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ഖാലിസായത്, ഏറ്റവും ശുദ്ധമായതും ഏറ്റവും ശരിയുമാണ്. അപ്പൊ വീണ്ടും ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഏറ്റവും ഖാലിസായത്, ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞാൽ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരാള് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്തു, പക്ഷേ നബിന്റെ സുന്നത്തനുസരിച്ചല്ല ചെയ്തത്, എങ്കിൽ ലം യുഖ്ബൽ, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്നൊക്കെ റോഡ് നീളെ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഘോഷയാത്ര, ആണും പെണ്ണും യുവതികളും യുവാക്കളൊക്കെ കൂടിച്ചേർന്നിട്ട് മുസ്ലിയാക്കന്മാരടക്കം നിരന്ന് നീങ്ങി ജാഥകളും പ്രകടനങ്ങളും പായസങ്ങളും ജ്യൂസുകളും ബേക്കറികളും നട്സുകളും അതുപോലെ തന്നെ കിറ്റായി പാക്കറ്റിൽ സാധനങ്ങളൊക്കെ കൊടുത്ത ആളുകൾ അത് വാങ്ങാൻ സഞ്ചിയായിട്ട് വന്നിട്ട് കിട്ടണകൊട്ടൊക്കെ സഞ്ചിച്ച് അങ്ങനെ പോവാൻ പല ജാതി ദിക്റുകളും അതൊക്കെ ചെല്ലുന്നുണ്ട്. ഇതെന്തിനാ ചെല്ലുന്നത്? ഇത് അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ചാണ്, അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ചാണ്, അത് ശരിയാണ്. പക്ഷേ നബിന്റെ മാതൃക കണ്ടോ? സവാബാണോ? അല്ല, സവാബല്ല. കാരണം നബി പഠിപ്പിച്ചതല്ല. നബിയോ സഹാബത്തോ ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, ഏത് തീയതിയിലാണ് ജനിച്ചത് എന്നതിനെ സംബന്ധിച്ച് 8 അഭിപ്രായങ്ങളുണ്ട്. 2, 4, 6, 8, 12, 17, 18, 8ഓളം അഭിപ്രായങ്ങൾ. അതിൽ ദുർബലമായ ഒരു അഭിപ്രായമാണ് 12 ജനിച്ചത് എന്നുള്ളത്. ഏറ്റവും പ്രബലമായത് 8 ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഗോളശാസ്ത്രജ്ഞന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിങ്കളാഴ്ച എന്ന അതേ ഹദീസിലുള്ളതാണ്. ഏത് ദിവസം എന്നറിയാം, തീയതി വ്യക്തമല്ല. അപ്പൊ ആ തിങ്കളുമായി പരിശോധിച്ച് അവർ പറയുന്നത് 9 നബി ജനിച്ചതെന്നാണ്. 9-ാം തീയതിയാണ് തിങ്കളായി വരിക. ഇവിടെ അങ്ങോട്ട് കണക്കൂട്ടിയാൽ 9 തിങ്കളായി വരും. അപ്പൊ 9 ജനിച്ചത്, ഇവിടെ 12. അപ്പോ ദിവസം അറിയില്ല, തീയതി അറിയില്ല, ഇനി മാസം അറിയോ? റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. റമളാനിലാണ് നബി ജനിച്ചതെന്നാണ് ആൾക്കാരും. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒരു ഇബാദത്തും ഇസ്ലാമിലില്ല എന്നതിന് തെളിവെന്താ? നബി ജനനതീയതി എന്നാണെന്നുള്ള ഒരുപാട് അഭിപ്രായം ഉണ്ടെന്നുള്ളതാണ്. കാരണം അന്ന് വല്ല ഇബാദത്തും പ്രത്യേകം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദിവസം ഏതെന്ന് അള്ളാഹു വെളിപ്പെടുത്തുമായിരുന്നു. തീയതി ദിവസമല്ല, ദിവസം തിങ്കളാഴ്ച. അതിനൊരു പ്രത്യേകതയും പറഞ്ഞ നോമ്പ് വിൽക്കാൻ, ചീറുണ്ടാക്കി പായസം ഉണ്ടാക്കി കുടിക്കാനല്ല, തിങ്കളാഴ്ച നോമ്പ് വിൽക്കുക. ഒരു തിങ്കളാഴ്ച അല്ല, എല്ലാ തിങ്കളാഴ്ച. അപ്പോ തീയതി വ്യക്തമല്ല. അപ്പൊ ഈ നബിദിനം ആഘോഷിക്കുന്നവരുടെ ഒരു പക്ഷേ അള്ളാഹുവിനൊക്കെ കൂലി കിട്ടാൻ എന്നായിരിക്കാം വിചാരിക്കുന്നത്. പക്ഷേ നബിന്റെ മാതൃകല്ല, നബിന്റെതല്ല, 3 നൂറ്റാണ്ടിൽ തന്നെ ഒരു മാതൃകല്ല എന്ന് ഇവർ തന്നെ പറയും. പിന്നെയോ മുളഫർ എന്ന് പറയുന്ന മലിക്കുൽ മുളഫർ ഉണ്ടാക്കിയത് അദ്ദേഹം ആരാണ്? കടുത്ത കുഫറിന്റെ ശിർക്കിന്റെ ആളായ റാഫിദിയാക്കളിൽപ്പെട്ട, ഇന്ന് ലോകത്തുള്ള ഇറാനി ഷിയാക്കളാണ് ഏറ്റവും കടുത്ത കുഫറിന്റെ ആൾക്കാർ. ഇസ്നാഅശരിയ എന്നറിയപ്പെടുന്ന വിഭാഗം. ഈ റാഫിദികളിൽപ്പെട്ട ഒരു ജൂതന്റെ അല്ലെങ്കിൽ അഗ്നി ആരാധകന്റെ മകനായി ജനിച്ച ഒരാൾ പണ്ടുള്ള പേര് മാറ്റി മുസ്ലിമായി അഭിനയിച്ച് ഷിയാക്കളുടെ വേഷം കെട്ടി അങ്ങനെ ഫാത്തിമിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച്, ഫാത്തിമ എന്ന നബിന്റെ മകളിലേക്ക് ചേർത്തിട്ടാണ്. ഒരു ബന്ധവും അതിട്ടില്ല. ഇങ്ങനെ ഒരു ജൂതന്റെയോ അഗ്നി ആരാധകന്റെയോ മകൻ കെട്ടിയുണ്ടാക്കിയതാണ് ഫാത്തിമിയ ഖിലാഫത്ത്. അതിൽപ്പെട്ട രാജാവാണ് മുളഫർ. അപ്പൊ ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ആചാരത്തിന്റെ പിന്നാലെയാണ് ഇന്ന് ലോകത്തെ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ വജൂദ്ദേശിച്ചാണ്, പക്ഷേ നബി പഠിപ്പിച്ച രീതിയിൽ അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇനി വൈദാകാന സവാബൻ വലം യകുൻ ഖാലിസൻ, ഒരാൾ ഒരു അമല് ചെയ്യുന്നു, ആ അമല് നബിന്റെ സുന്നത്തനുസരിച്ചാണ്, പക്ഷേ അയാൾ അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. ഒരാൾ പള്ളിയിൽ നിന്നിട്ടില്ല, ആ വക്തം നിസ്കരിക്കേണ്ട വിചാരിക്കുക, 5 വക്തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്, ശരിയായ നിസ്കാരമാണ്, ഒന്നിടത്ത് ശരിയായ നിസ്കരിക്കുന്നു, നബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുന്നു. പക്ഷേ അയാളുടെ ലക്ഷ്യം ഇത് ആളുകൾ കാണണം, ഞാൻ നല്ലൊരു ഇബാദത്ത് എടുക്കുന്ന ആളാണ് എന്ന് ആളുകൾ മനസ്സിലാക്കണം, എന്നെ ബഹുമാനിക്കണം, അയാൾ വലിയ മുത്തക്കിയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടണം, അങ്ങനെ ഒരു ഉദ്ദേശമാണെങ്കിൽ വേറെ നിസ്കരിക്കുന്നു, അയാൾക്ക് ഇത് നല്ലൊരു എക്സസൈസ് ആണ്, ഒരു യോഗ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു എക്സസൈസ് ആണ്, തലക്കും തലച്ചോറിനും ശരീരത്തിനും സന്ധികൾക്കും എല്ലാ ഭാഗത്തിനും നല്ല എക്സസൈസ് ഉള്ള കാര്യമാണ് ഇത് ചിത്രം നിസ്കരിക്കാൻ. ഏറ്റവും ദിക്റൊക്കെ ചെല്ലുന്നുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ലക്ഷ്യം മാറി നബി പഠിപ്പിച്ചതുപോലെയാണ്. പക്ഷെ അവന്റെ ലക്ഷ്യം മാറിയാൽ അതും അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ ഇത് രണ്ടും കൂടി ചേരണം.
ഖാലിസാവുക എന്ന് പറഞ്ഞാൽ അയ്യക്കൂന ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഇബാദത്ത് എടുക്കുക. സവാബാകുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചാവുക. എന്നിട്ട് അദ്ദേഹം അൽ കഹ്ഫിൽ 110-ാമത്തെ ആയത്ത് പലർക്കും അറിയുന്ന ആയത്താണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി, അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടണം, അള്ളാഹുവിനെ കാണണം. അള്ളാഹിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ മഹ്ശറിലെത്തുക, അതൊരു കണ്ടുമുട്ടലാണ്. അത് കാഫിര്യങ്ങളുണ്ടാവും മുസ്ലിങ്ങളുണ്ടാവും. പക്ഷെ കണ്ണോണ്ട് കാണൂല. കണ്ണോണ്ട് കാണുന്നത് സ്വർഗവാസികൾ മാത്രമാണ്. ഇവിടെ പറയുന്ന അതാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി, നാളെ പരലോകത്തെത്തി സ്വർഗത്ത് മേൽഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന അള്ളാഹുവിനെ അവന്റെ മറ നീക്കി അവൻ വെളിവാകുമ്പോൾ അള്ളാഹുവിനെ പൂർണ്ണയന്ത്രനെ കാണുന്നത് പോലെ സത്യവിശ്വാസികൾ കാണുന്നതാണ്. അങ്ങനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ കൊതിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ നല്ല പ്രവൃത്തി പ്രവർത്തിക്കണം. ഏതാ നല്ല പ്രവൃത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വലാ യുശ്രികു ബി ഇബാദത്തി റബ്ബിഹി അഹദ, തൗഹീദ് ഉണ്ടാകണം, ഖാലിസ് ആകണം, അള്ളാഹുവിൽ യാതൊരെയും പങ്കു ചേർക്കാനും പാടില്ല. അപ്പോ ശിർക്കില്ലാത്ത നബിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി സുന്നത്തനുസരിച്ച് അമൽ ചെയ്താൽ അതാണ് സ്വീകരിക്കപ്പെടുന്ന അമൽ. ഇതാണ് നേരത്തെ പറഞ്ഞ കാന സഈഹും മശ്കൂറ, അവരുടെ പ്രവർത്തനം സ്വീകരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലും ക്ലാസുകളിലൊക്കെ ഉള്ള കുറെ ഫവായിദുകൾ അത് ഒരുമിച്ച് കൂടിയ അൽ ഫവായിദ് ലിബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിന്റെ 31-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ലൗ നഫഅൽ ഇൽമു ബിലാ അമലി ലമാ ദമ്മല്ലാഹു സുബ്ഹാനഹു അഹ്ബാറ അഹ്ലിൽ കിതാബ്. കർമ്മങ്ങൾ ചെയ്യാത്ത അറിവ്, അതായത് പ്രവർത്തിക്കാത്ത അറിവ്, അറിവുണ്ട്, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അത് ഉപകാരപ്പെടുമെങ്കിൽ, വെറും ഒരു ഇൽമുകൊണ്ട് പ്രവർത്തില്ലാത്ത അറിവ് കൊണ്ട് മാത്രം ഉപകാരം ഉണ്ടാവുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ബാറുകളെ, അഹ്ബാർ എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബ് പെട്ട വലിയ വിവരമുള്ള മഹാപണ്ഡിതന്മാർക്കാണ് ഹബ്ർ അല്ലെങ്കിൽ ഹിബ്ർ എന്ന് പറയാം. മഹാപണ്ഡിതന്മാർ, വലിയ വലിയ നമ്മൾ പറയുന്ന ശൈഖുനമാർ. അപ്പൊ അഹ്ലു കിതാബിലെ ശൈഖുനമാരാണ്. ആ ആളുകളെ അല്ലാഹു ആക്ഷേപിക്കുമായിരുന്നില്ല. എന്താ കാരണം? അവർക്ക് വിവരമുണ്ട്, പക്ഷെ വിവരത്തിനനുസരിച്ച് അള്ളാഹുവിന് വേണ്ടി അവർ പ്രവർത്തിച്ചില്ല. ഇനി വലോ നഫഅൽ അമലു ബിലാ ഇഖ്ലാസിൻ, ഇഖ്ലാസ് ഇല്ലാത്ത, തൗഹീദ് ഇല്ലാത്ത പ്രവൃത്തി കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടാവുമെങ്കിൽ ലമാ ദമ്മൽ മുനാഫിഖീന, അള്ളാഹു കപടവിശ്വാസികളെ ആക്ഷേപിക്കുമായിരുന്നില്ല. കപടവിശ്വാസികൾ 5 വക്തിലും പള്ളിയിൽ വന്നു, ജമാഅത്ത് ഒറ്റക്കൊറ്റ നിസ്കരിക്കല്ല, പൊരേ നിസ്കരിക്കല്ല, പള്ളിയിലൊന്നും നിസ്കരിച്ചു. യുദ്ധത്തിന്റെ പേരിന്റെ കൂടെ പലപ്പോഴും പോയി, എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളാളാണ് എന്ന് പരസ്യമായി മദീനയിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അവനെന്താ? ഖാലിസല്ല. പ്രവർത്തിന്റെ നബി ഇതൊക്കെ ചെയ്തു, പക്ഷേ അള്ളാഹുവിനെ അവൻ ഉദ്ദേശിക്കുന്നില്ല, അവൻ കപടനായിരുന്നു. അപ്പോ ഈ ഖാലിസ് അല്ലാത്ത പ്രവൃത്തി പറ്റുമെങ്കിൽ കപടവിശ്വാസികൾ അല്ലാഹു കുറ്റപ്പെടുത്തൂല, അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി ഒത്തുചേരേണ്ടതുണ്ട്. ഒത്തുചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടെന്ന് തോന്നിയാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാരണത്താൽ, ഏത് തരത്തിൽ, എത്ര അളവിൽ, ഏത് രൂപത്തിൽ, ഏത് സമയത്ത്, ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് കാലത്ത് എങ്ങനെ ചെയ്തു എന്ന് പരിശോധിക്കണം. അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇസ്ലാമിലെ നടപടിക്രമമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതിൽ നിന്ന് മാറിയാലോ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാം, പക്ഷെ ദീനിലെ തെളിവായി പറയാൻ പറ്റില്ല. ഏതുപോലെ ഇപ്പൊ നബിദിനത്തിന് തെളിവായി പറയുന്നത് പോലെ ആയത്തുണ്ടോ ചോദിച്ചാൽ ആയത്ത് വരെ ഓതും, സൂറത്തുൻ നൂറിൽ ആയത്ത് ഓതും, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷിച്ചുകൊള്ളുക എന്ന് പറയും. എന്നിട്ട് അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നബിന്റെ ജനനമാണ് എന്ന് പറയും. അല്ല, അത് തൗഹീദാകുന്ന ഇസ്ലാമാണ്. മറ്റത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ്. എന്നാൽ ആ ആയത്തിനെ നേരെ ദുർവ്യാഖ്യാനിച്ചിട്ട് നിങ്ങൾ നബി ജനിച്ചത് കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നബിദിനം ആഘോഷിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്, എന്നാൽ തെളിവില്ല എന്ന് പേരെന്നെ പറയുന്നത്. അപ്പോ അങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന തെളിവുകളായാൽ പറ്റൂല. മറിച്ച് യഥാർത്ഥത്തിൽ സംശയരഹിതമായി അല്ലെങ്കിൽ പണ്ഡിതന്മാർ തർക്കമില്ലാതെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സുന്നത്താവുകയുള്ളൂ. അല്ലാത്തത് വിദഅത്തായി മാറും. ക്രമത്തിലോ വാചകത്തിലോ ഒക്കെ മാറ്റം പറ്റും. ഇപ്പൊ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ വബി നബിയിക്ക എന്നുണ്ട്. പക്ഷെ ആ സഹാബിക്ക് പഠിപ്പിച്ചെടുത്തപ്പോ സഹാബി നബിയിക്ക എന്നുള്ളത് മാറ്റിയിട്ട് റസൂലിക്ക എന്നാക്കി. നബി തിരുത്താൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. നബി റസൂൽ എന്ന് പറഞ്ഞാൽ നബിയേക്കാൾ ശ്രേഷ്ഠനാണ് ആര്? റസൂൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അഹ്ലുസുന്നത്തിന്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ നബി എന്താ പറയേണ്ടത്? ആ ശരി, ഞാൻ നബി നന്ദിക്ക് റസൂൽ എന്നല്ല, അപ്പൊ നബി ഒന്നും കൂടെ നന്നാക്കി പറഞ്ഞല്ലോ, ഈ പറഞ്ഞു ശരി തന്നെ എന്നല്ല, ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. തിരുത്തി പറയിപ്പിച്ചു. അപ്പൊ എന്താ? നബി പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു പദം പോലും മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല. ദിക്ർ ചെല്ലണം, ദിക്ർ എണ്ണം പിടിക്കണം. എണ്ണം പിടിക്കാൻ യന്ത്രം വേണ്ട, തസ്ബീഹ് മാല വേണ്ട, കയ്യിൽ എണ്ണം പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിച്ചത്. കാരണം എന്താ, പരലോകത്ത് അത് ചോദ്യം ചെയ്യപ്പെടും, വിരലിനോട് ചോദിക്കും. അപ്പൊ വിരൽ ഉത്തരം പറയും. കാരണവും പറഞ്ഞു നബി. എന്നാൽ നമ്മൾ യന്ത്രം ഉപയോഗിക്കുന്നു, തസ്ബീഹ് മാല ഉപയോഗിക്കുന്നു. നബി പഠിപ്പിച്ച രീതി മാറ്റി. പിന്നെ ദിക്ർ കുറെ ആൾക്കാർ വട്ടം കൂടിയിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് കൂടിയിട്ട് ഒരാൾ ചൊല്ലിക്കൊടുക്കുക, വേറെ ആൾക്കാർ ദിക്റില്ല, എന്നിട്ട് ഇങ്ങനെ എണ്ണുക. അപ്പൊ ദിക്റുണ്ടോ? ദിക്റുണ്ട്. പക്ഷേ ഒരാൾ നേതൃത്വം കൊടുത്ത് ദിക്ർ ഹൽക്കകൾ, ഇതൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു ദിക്ർ മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അവിടെ ദിക്റുണ്ടോ എന്ന് വെച്ചാൽ ദിക്റുണ്ട്. പക്ഷെ ഈ രീതിയിൽ നബി എഴുതിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് സുന്നത്തല്ല, അത് ബിദ്അത്താണ്. നിസ്കാരത്തിന് ശേഷം ദിക്റുണ്ട്, നിസ്കാരത്തിന് ശേഷം ദിക്ർ സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞിരുന്ന് ഇമാമ് ചൊല്ലിക്കൊടുക്കുകയും ഇനി തിരിഞ്ഞോ തിരിയാതെ ഇരുന്ന് ഇമാം ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകൾ ഏറ്റുചൊല്ലുകയും എന്നിട്ട് ഇമാം ദുആ ഇറക്കുകയും മൗമൂമിങ്ങൾ ആമീൻ പറയുകയും ചെയ്യുക എന്ന ഒരു രീതി ഇസ്ലാം പഠിപ്പിച്ചില്ല. എന്നാൽ ഇസ്ലാമിൽ ദുആയില്ലേ? ദുആ ഉണ്ട്. നിസ്കാരത്തിന് ശേഷം ദിക്റുണ്ടോ? ദിക്റുണ്ട്. കൈ ഉയർത്തലുണ്ടോ? കൈ ഉയർത്തലുണ്ട്. പക്ഷെ നബി എവിടെ ചെയ്തു അവിടെ ചെയ്യണം. ഇപ്പൊ ഒരാള് അസറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? എനിക്കിപ്പോഴാണ് സമയം കിട്ടി, പറ്റൂല. അസറിന് ശേഷം സൂര്യൻ അസ്തമിച്ച് തീരുന്നത് വരെ മഗ്‌രിബ് വരെ നമസ്കാരമില്ല, പാടില്ല. നബി വിലക്കിയ സമയമാണ്, പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഒരുത്തൻ അങ്ങനെ നിസ്കരിച്ചാലോ? പറ്റൂല. ഇനി സുബഹി നിസ്കരിച്ചിട്ട് ഒരാൾ നിസ്കരിക്കണം. അങ്ങനെ സംഭവം നമുക്ക് പിന്നെ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് എന്ന് പറയുന്ന താബീന്റെ കാലഘട്ടത്തിൽ കാണാം. ഒരാൾ സുബഹി നിസ്കരിച്ചിട്ട് 2-ലധികം റക്അത്ത് കുറെ നീട്ടി റുക്കൂ സുജൂദ് കിട്ടി നിസ്കരിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വിലക്കി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിസ്കരിച്ച ആള് ചോദിച്ചു, അല്ല യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനില്ലാഹു അലസ്സലാത്ത്, നിസ്കരിച്ചതിന് അള്ളാഹ് ശിക്ഷിക്കോ? ഞാൻ സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് ഇപ്പൊ നല്ല നിലക്ക് രാവിലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടി കൂടെ നിസ്കരിക്കാൻ, നിസ്കരിച്ചതിന് അള്ളാഹ് ശിക്ഷിക്കോ? അപ്പൊ സയ്യിദ് മുസയ്യിബ് പറഞ്ഞില്ല, നിസ്കരിച്ചതിന് അള്ളാഹ് ശിക്ഷിക്കൂല. പക്ഷെ വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, നബിന്റെ സുന്നത്തിനെതിരായത് കൊണ്ട് അള്ളാഹു തന്നെ ശിക്ഷിക്കും. എന്താ? സുബഹിന് ശേഷം ഒരു നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിച്ചു പൊന്തുന്നത് വരെ, സൂര്യനത്തെ ഒരു 10-16 മിനിറ്റ് കഴിയുന്നത് വരെ നമസ്കാരമേ ഇല്ല. പിന്നെ അവിടെ പറ്റും. ഏതാ? ഒരാൾ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്നും അത് ഈ സമയത്ത് നിസ്കരിക്കാനല്ല, വൈകിപ്പോവുകയോ സമയം കിട്ടാതൊക്കെ ചെയ്തിട്ട് അങ്ങനെ വൈകിപ്പോയാൽ അയാൾക്ക് ഏറ്റവും നല്ലത് സൂര്യൻ ഉദിച്ച് പൊന്തിയതിനു ശേഷം നിസ്കരിക്കലാണ്. എന്നാൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ, ഉദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നതും അനുവദിക്കപ്പെട്ട കാര്യമാണ്, നബിന്റെ സമ്മതമുള്ള കാര്യമാണ്. അത് പറ്റും. ഇവിടെ അതല്ല, ഇയാൾ 2-ൽ കൂടുതൽ റക്അത്ത് നിസ്കരിക്കുന്നു, മാത്രമല്ല ദീർഘിച്ച് നമസ്കരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് നബിന്റെ സുന്നത്തിനെതിരാണ്. അപ്പോൾ ഒളുണ്ട്, നിസ്കാരമുണ്ട്, ജിബിലക്ക് ഇരുന്നിട്ടാണ്, ഒക്കെ ശരിയാ. പക്ഷെ നബി പഠിപ്പിച്ച രീതിയിലല്ല. അതുപോലെ തന്നെ നോമ്പ് വെൽക്കുക, അത് അള്ളാഹ് പറഞ്ഞതാണ് എന്നൊക്കെ ഉണ്ട്, സുന്നത്ത് ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഗസയിലെ ആളുകൾക്ക് വേണ്ടി നോമ്പ് നോൽക്കാൻ ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചു. ചില പണ്ഡിതന്മാരെ വിശദീകരിച്ച് കാണാം. ഗസയുടെ വിജയത്തിന് വേണ്ടി ഗസയിലെ ആൾക്ക് വേണ്ടി നോമ്പ് നോൽക്കുക. അങ്ങനെ ഒരു നോമ്പ് അവർക്ക് വിജയം കിട്ടാൻ, രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളോട് നോമ്പ് നോൽക്കാൻ അങ്ങനെ ഇസ്ലാം പഠിച്ചു. നബിയുടെ കാലത്ത് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? നബി അതിന്റെ പേരിൽ നോമ്പ് പറ്റോ? പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് നോമ്പുകാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും, നോമ്പ് നോൽക്കുന്നവന് പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പക്ഷേ നോമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു നോമ്പ് ഉണ്ടാക്കുക അത് പറ്റൂല. തിങ്കളാഴ്ച നോൽക്കണ്ട നോൽക്കാം, വ്യാഴാഴ്ച നോക്കാം. ഇങ്ങനെ ഓരോന്ന് പരിശോധിച്ചാലും എന്താണോ ഏത് അളവിലാണോ അത് അദ്ദേഹത്തെ അതൊക്കെ എണ്ണി പറഞ്ഞത്, വിശദീകരിക്കാതെ പറഞ്ഞു പോയതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ അത് സുന്നത്തായി മാറുകയുള്ളൂ. അതല്ലെങ്കിൽ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ശിക്ഷയും കിട്ടും. ഇത് ആരൊക്കെ കണ്ടുപഠിക്കുന്നുവോ അതിന്റെ കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനം എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്: പായസം കൊടുക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക, കിറ്റ് കൊടുക്കുക, നല്ല വസ്ത്രം ഇടുക, സെന്റ് പൂശുക, സൽക്കരിക്കുക, നല്ല വിഭവം ഉണ്ടാക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് അവിടെ രണ്ടും ഉണ്ടാകുന്നില്ല. ചിലപ്പം ഹാലിസും ആകുന്നില്ല, അള്ളാനെ പ്രേമിക്കുന്നല്ല, നബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. നബി പഠിപ്പിക്കാത്ത ഇഷ്ടം, അവിടെ തന്നെ കളങ്കം വന്നു. പിന്നെ നബി പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ, അപ്പൊ അത് സവാബുമല്ല, രണ്ടുമല്ല. ഒരുപാട് പൈസൽവാക്കി അധ്വാനിച്ചതൊക്കെ മഴ കൊണ്ടിട്ടാണ് ആൾക്കാർ പുതിയ കുപ്പായിട്ടിട്ട് ഇങ്ങനെ മഴ കൊണ്ട് നടക്കുക ജാഥയിൽ. അത് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, യുവതികളൊക്കെ ഉണ്ടായില്ല. ഇവരെ മൗലിയാമാരാണ് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ജാഥയെ പങ്കെടുക്കാൻ പാടില്ല. എന്നാൽ ആ മൗലിയാമാരൊപ്പം തന്നെയാണ് ഇവര് ജാഥ നടത്തുന്നത്. ഈ മൗലിയാർ പറയണ്ടേ, പെണ്ണുങ്ങൾ നിങ്ങൾ പോയിക്കോളി, നിങ്ങളിൽ വെക്കണ്ട, ഹറാമിൽ വേറെ ഹറാം, വിദേഹത്തിൽ വേറെ ആയാലും വലിയ ഹറാം. അപ്പോ ഞാനിത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. അപ്പൊ ഈ സാധുക്കൾ, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നല്ലതാണെന്ന് വിചാരിക്കുകയും എന്നിട്ട് അമല് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ. അൽകഫിന്റെ അവസാനത്ത് കാണാം. അപ്പൊ ഇവരെ ഉദ്ദേശം എന്താ? ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നതാണ് അതിനായി ചെയ്യുന്നത്. പക്ഷേ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് വിദേഹത്ത് ചെയ്യുന്നവൻ പശ്ചാത്തപിക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞത്. കാരണം എന്താ? ഓനെ നല്ലതായാ ചെയ്യും, തെറ്റാൻ തോന്നിയാലേ പശ്ചാത്തപിക്കുള്ളൂ. ഇത് നല്ലതാന്ന് ചോദിച്ചാൽ തൗബയ്യൂല. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഒരുത്തൻ ഹറാമ് ചെയ്യുന്നതിനേക്കാൾ വിദേഹത്ത് ചെയ്യലാണെന്നാണ്. കാരണം എന്താ? ഹറാം ചെയ്യുന്ന ചെല്ലാം ഖേദിച്ചു മടങ്ങും. വിദേഹത്തിലേക്ക് ഇങ്ങനെ കൊണ്ടേ ആക്കിയാൽ ഓന് ശിർക്കിലും കുഫറിലും വരെ എത്തും. ഓൻ ഒരിക്കലും തൗബ ചെയ്ത് മാറൂല. ആ വിദേഹത്തോട് കൂടി അവൻ മരിച്ചു. അതുകൊണ്ട് ശൈത്താൻ ഇഷ്ടം ഒരാൾ കള്ളു കുടിക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഒരാൾ വിദേഹത്ത് ചെയ്യലാണ്. ഇതൊക്കെ പണ്ഡിതന്മാരും വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ
യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ഈ പറഞ്ഞ രീതിയിൽ നല്ല വിശ്വാസവും നല്ല കർമ്മവുമുള്ള ഹാലിസും സവാബും ആയി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കുക, മനസ്സിലാക്കുക, അത് കേട്ടുപോയാൽ പോരാ, പ്രവർത്തിക്കണം. അതുകൊണ്ട് മാത്രമേ പരലോകത്ത് അത് ഉപകാരപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കിതാബിലെ പുരോഹിതന്മാരെ പോലെയും മുനാഫികളെ പോലെയും ആയിപ്പോയി. അത് നമുക്ക് ഉണ്ടാകരുത്. അറിയുക, അറിഞ്ഞത്